ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡത്തിലെ 13-ാമത്തെ അധ്യായമാണ് ഇന്ന് സമർപ്പിക്കുന്നത്. പൂതനാമോക്ഷം. എത്ര കേട്ടാലും എനിക്ക് മതി വരാത്തൊരു ഭാഗമാണിത്. ശിഷ്യകഥകൾ എത്ര കേട്ടാലും പറഞ്ഞാലും മതിയാവില്ല. എങ്കിലും ഓരോ ഗുരുനാഥന്മാരിൽ നിന്നും പൂതനാമോക്ഷം കേൾക്കുമ്പോൾ ഞാനാകുന്ന പൂതന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള പൂതനയാകുന്ന ആ നെഗറ്റീവ് എനർജികൾ, അജ്ഞത, അത് പൂർണ്ണമായും ആ കുറച്ച് സമയത്തെങ്കിലും ഇല്ലാതാകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം, അത് ഒരുപാട് തവണ അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ പൂതനാമോക്ഷം കേൾക്കുന്ന അവസരത്തിൽ എങ്കിലും നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ ഓരോ ചിന്തകളുമാണ് നമ്മളെ പൂതനയാക്കുന്നത്. അല്ലെങ്കിൽ പൂതനയായ നമ്മളെ രക്ഷിക്കാൻ ആ അറിവാകുന്ന ബാലകനെ കേട്ടാൽ മതി, അറിഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം, ആനന്ദ നിമിഷം, അതാണ് പൂതനാമോക്ഷം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മായയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും നമുക്ക് എല്ലാം മറന്ന് ഗുരുനാഥന്മാരുടെയും പ്രപഞ്ചത്തെയും അറിഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത നിമിഷങ്ങളും ഉണ്ടാകും. അതാണ് ജീവിതം, അല്ലേ? പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും, അല്ലെങ്കിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ, രാവും പകലും എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ നല്ല വാക്കുകൾ, നല്ല വെളിച്ചങ്ങൾ, അതിരുന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ആനന്ദം, അതാണ് നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയാം, അല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് പൂതനാമോക്ഷം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ വരുമ്പോൾ, ഞാൻ സ്വയം എന്നെ തന്നെ മറക്കാറുണ്ട്. എന്നിലെ ആ പൂതനയാകുന്ന നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാൻ കിട്ടുന്ന ഒരവസരം, അതുപോലെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ അവർക്കുണ്ടാകുന്ന അനുഭൂതി, അതും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് പൂതനാമോക്ഷം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീകൃഷ്ണ അവതാരോത്സവം നമ്മൾ സന്തോഷപൂർവ്വം പറഞ്ഞു നിർത്തി, അല്ലേ? എല്ലാവരും ആ ഉത്തമോത്തമനായ, അതിസുന്ദരനായ, എല്ലാവർക്കും ആനന്ദം മാത്രം വിതറുന്ന ആ പൊന്നുണ്ണിയുടെ അവതാരോത്സവത്തിൽ പങ്കെടുത്ത് സ്വന്തം ധാമത്തിലേക്ക് എല്ലാം മറന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അതിനുശേഷം നന്ദഗോപര് കംസന് കരം കൊടുക്കാനും തൻ്റെ കൂട്ടുകാരനായ വസുദേവനോട് കുശലം പറഞ്ഞ് തൻ്റെ പുത്രോത്സവത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോയി. ആ സമയത്ത് കംസൻ നിയോഗിച്ച ബാലഘാതിനിയായ ദുഷ്ടയായ രാക്ഷസി പൂതന എല്ലാ നഗരങ്ങളും ഗ്രാമങ്ങളും ഗോഷ്ഠങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി അവസാനം ആ ഗോകുലത്തിൽ എത്തിച്ചേർന്നു. പൂതനയുടെ മൂക്കിൽ നിന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഖരഖര ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗോകുലത്തിനടുത്ത് വന്ന പൂതന തൻ്റെ മായ ഉപയോഗിച്ചിട്ട് ദിവ്യരൂപം സ്വീകരിച്ചു. 16 വയസ്സുള്ള ഒരു തരുണിയായിട്ടാണ് പൂതന അവിടെ എത്തിച്ചേർന്നത്. അതീവ സുന്ദരിയായി കാണപ്പെട്ടു അവൾ. അത്രമാത്രം ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായിട്ട് ആണ് അവിടെ പൂതന വേഷം മാറ്റി
എത്തിയത്. ആ സമയത്ത് ശചീദേവി, സരസ്വതി, ലക്ഷ്മി, രംഭാരതി എന്നിവരെക്കാളൊക്കെ കൂടുതൽ സൗന്ദര്യവതിയായിരുന്നു പൂതന എന്നാണ് പറയണത്. ആ ദിവ്യമായ ശോഭയോടുകൂടി ആ പൂതനയെ കണ്ടപ്പോൾ രോഹിണി, യശോദ തുടങ്ങിയ എല്ലാവരും അത്യത്ഭുതപ്പെട്ടു. പൂതന വന്ന് ബാലഗോപാലനെ എടുത്ത് തൻ്റെ മാറോടണച്ച് വിഷം പുരണ്ട ആ സ്തനം വായിൽ വെച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. ഭഗവാൻ പൂതനയുടെ മുലപ്പാൽ കുടിക്കാനും 16 വയസ്സായ പൂതനയ്ക്ക് മുലപ്പാലുണ്ടാവില്ല എന്ന് നമുക്കറിയാം. ആ സ്ഥാനത്തിൽ കൂടി ആ ജീവനെയാണ് സാക്ഷാൽ ഭഗവാൻ വലിച്ചു കുടിച്ചത് എന്നും നമുക്കറിയാം അല്ലേ. ആ ജീവനാകുന്ന മുലപ്പാൽ കുടിക്കാനും അതോടുകൂടി വലിച്ചു കുടിക്കുന്ന ഭഗവാന്റെ ആ പ്രവൃത്തിയോട് കൂടിയിട്ട് പൂതനയ്ക്ക് അസഹ്യമായ വേദന തോന്നിത്തുടങ്ങി. തൻ്റെ ജീവൻ വലിച്ചെടുക്കുന്ന ആ ഒരു ഭഗവാന്റെ വിനോദം പൂതനയെ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ ആഴ്ത്തി. പൂതന വിടൂ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയത്ത് ഗുരുനാഥന്മാർ പറയാറുണ്ട്, വിടൂ വിടൂ എന്ന് പറയാൻ എന്തവകാശമാണുള്ളതല്ലേ പൂതനയ്ക്ക്. മനഃപൂർവ്വം ചെന്ന് തൻ്റെ സ്ഥലങ്ങൾ വായിൽ വെച്ച് കൊടുത്തു, സ്ഥലം വായിൽ വെച്ച് കൊടുക്കുകയാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുടിക്കണം, എത്രമാത്രം കുടിക്കണം, എന്താണ് പാനം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? സാക്ഷാൽ ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാൻ വിടുമോ അല്ലേ? അത് തീരുമാനിക്കുന്ന അവകാശം ആ പ്രപഞ്ചനാഥന് മാത്രമല്ലേ ഉള്ളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ ബാലഗോപാലൻ അത് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ വേണം എന്നല്ലേ. വേദന സഹിക്കാതെ പൂതന കുട്ടിയെയും കൊണ്ട് എണീറ്റ് ഓടുകയാണ് ഉണ്ടായത് പുറത്തേക്ക്. അതോടുകൂടി ആ മായയിൽ നിന്ന് പൂതന മോചിക്കപ്പെടുകയും പൂതനയുടെ ആ മായാസ്വരൂപം അപ്രത്യക്ഷമായിട്ട് ശരിയായ രൂപം അവിടെ ദൃശ്യമാവുകയും ചെയ്തു. അവളുടെ ആ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ശരീരം മുഴുവൻ വെളുക്കുകയും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വീഴുകയും ചെയ്തു. അവളുടെ അട്ടഹാസത്തിൽ മുഴുവൻ ലോകവും പ്രകമ്പനം കൊണ്ടു. അത് ഒരു അത്ഭുത ദൃശ്യം തന്നെയായിരുന്നു എന്ന് ഗർഗഭാഗവതം പറയണു. പൂതന മരിക്കുകയും അവളുടെ ആത്മാവ് ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു. പൂതനയുടെ വിശാലമായ ആ ശരീരത്തിന് 14 മൈൽ നീളമുണ്ടായിരുന്നു. ശരീരം വജ്രം പോലെ സുദൃഢമായിരുന്നു. പൂതനയുടെ ശരീരത്തിൽപ്പെട്ട് അനേകം വൃക്ഷങ്ങൾ പൊടിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗോപന്മാർ പൂതനയുടെ ഭയങ്കരവും വിശാലവുമായ ആ ശരീരം കണ്ടിട്ട് പറഞ്ഞു, പൊന്നുണ്ണി, നമ്മുടെ ബാലഗോപാലൻ ഇനി ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന്. എന്നാൽ പൂതനയുടെ മാറിലിരുന്നിരുന്ന ആ അത്ഭുത ബാലകൻ ആനന്ദം കൊണ്ട് കളിച്ച് മന്ദഹസിച്ചു. ആ കുട്ടി പൂതനയുടെ പാൽ കുടിച്ച് കോട്ടുവായിട്ടു. അപ്പോൾ യശോദയും രോഹിണിയും വിസ്മയം പൂണ്ടുകൊണ്ട് കുട്ടിയെ ചെന്നെടുത്ത് മാറോട് ചേർത്തു. കുട്ടിയെ എടുത്തു കൊണ്ടുപോയിട്ട് ഗോപികമാര് എല്ലാവിധത്തിലും വിധിപൂർവകമായി രക്ഷ ചെയ്തു. യമുനയുടെ പവിത്രമായ ചെളി തേച്ചു കൊടുത്ത് യമുനാജലം കൊണ്ടും പശുവിൻ്റെ പാലുകൊണ്ടും ഗോപികമാര് ആ പൊന്നുണ്ണി കണ്ണനെ ബാലഗോപാലനെ കുളിപ്പിച്ചിട്ട് കവചമന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഗോപികമാര് ആ കവചമന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഓമലേ ശ്രീകൃഷ്ണ ഭഗവാനെ, കൃഷ്ണ, ശ്രീകൃഷ്ണൻ നിൻ്റെ ശിരസ് രക്ഷിക്കട്ടെ,
വൈകുണ്ഠദേവൻ നിന്റെ കഴുത്ത് രക്ഷിക്കട്ടെ. ശ്വേതദ്വീപിൻ്റെ അധിപതി നിന്റെ 2 ചെവികളെയും യജ്ഞരൂപധാരിയായ ശ്രീഹരി നാസികയെയും നരസിംഹം 2 നേത്രങ്ങളെയും ശ്രീരാമൻ നാക്കിനെയും നരനാരായണ ഋഷി അധരങ്ങളെയും രക്ഷിക്കട്ടെ. ശ്വേതവാരാഹം നിന്റെ നെറ്റിത്തടത്തെയും നാരദമുനി കൺപോളകളെയും രക്ഷിക്കട്ടെ. കപിലദേവൻ നിന്റെ താടിയെയും ദത്താത്രേയൻ വക്ഷസ്ഥലത്തെയും രക്ഷിക്കട്ടെ. ഋഷഭദേവൻ നിന്റെ ചുമലുകളെയും മത്സ്യദേവൻ കൈകളെയും രക്ഷിക്കട്ടെ. പൃഥു നിന്റെ ബാഹുക്കളെ രക്ഷിക്കട്ടെ. കച്ഛപദേവൻ നിന്റെ ഉദരത്തെയും ധന്വന്തരി നാഭിയെയും രക്ഷിക്കട്ടെ. മോഹിനി നിന്റെ ഗുഹ്യഭാഗത്തെയും വാമനദേവൻ അരക്കെട്ടിനെയും രക്ഷിക്കട്ടെ. പരശുരാമൻ നിന്റെ പുറംഭാഗത്തെയും വ്യാസദേവൻ 2 തുടകളെയും രക്ഷിക്കട്ടെ. ബലഭദ്രനാൽ നിന്റെ 2 കാൽമുട്ടുകളും ബുദ്ധദേവനാൽ 2 കീഴ്ക്കാലുകളും കൽക്കിയാൽ 2 പാദങ്ങളും രക്ഷിക്കപ്പെടട്ടെ. ഇങ്ങനെയാണ് കവചമന്ത്രങ്ങൾ ഗോപികമാർ ആ കന്യകമാർ ഉരുവിട്ടുകൊണ്ടിരുന്നത്. ഇത് ശ്രീകൃഷ്ണ കവചാണ്, എല്ലാവരെയും രക്ഷിക്കുന്നതുമാണ്. ഈ ഉപദേശം വിഷ്ണു ബ്രഹ്മാവിന് കൊടുത്തതാണ്. ബ്രഹ്മദേവൻ അത് ശിവനും, ശിവൻ ദുർവാസാവിനും, ദുർവാസാവ് നന്ദമന്ദിരത്തിൽ വന്ന് ശ്രീ യശോദാദേവിക്കും ഈ കവചമന്ത്രം ഉപദേശിക്കുകയാണ് ഉണ്ടായത്. ഈ കവചത്താൽ ഗോപികമാരോടൊപ്പം യശോദ നന്ദനെ രക്ഷിച്ച് സ്വന്തം മുലപ്പാൽ കൊടുക്കുകയും ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദക്ഷിണയായി കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും നന്ദൻ മുതലായ ഗോപന്മാർ മധുരാപുരിയിൽ നിന്ന് തിരിച്ച് ഗോകുലത്തിൽ വന്നു. പൂതനയുടെ ശരീരം കണ്ടിട്ട് അവർ ഭയവിഹ്വലരായിട്ട് മാറി. ഗോപന്മാർ പൂതനയുടെ ശരീരം മഴുകൊണ്ട് പല കഷ്ണങ്ങളാക്കി യമുനാ തീരത്ത് അനേകം ചിതകളിലായി ദഹിപ്പിച്ചു. പൂതനയുടെ ശരീരം പരമപവിത്രമായി മാറിയിരുന്നു. കത്തുമ്പോൾ അതിൽ നിന്നുത്ഭവിച്ച പുകപടലങ്ങളിൽ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ മണം നിറഞ്ഞു നിന്നിരുന്നു. അഹോ, ഏതൊരു പതിതപാവനാണോ പൂതനയ്ക്ക് മോക്ഷഗതി പ്രദാനം ചെയ്തത്! ആ ശ്രീകൃഷ്ണനെ ഉപേക്ഷിച്ച് നാം വേറെ ആരെയാണ് ശരണം പ്രാപിക്കുക, അല്ലേ? ഈ ബാലഘാതിനി പൂതന പൂർവജന്മത്തിൽ ആരായിരുന്നു എന്ന് ബഹുലാശ മഹാരാജാവ് അപ്പം നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് കഥ കേട്ടിട്ട്. അവളുടെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടിയിരുന്നു, ഭാവവും വളരെ ദുഷിച്ചതായിരുന്നു. എന്നിട്ടും പൂതനയ്ക്ക് ഉത്തമ മോക്ഷം എങ്ങനെയാണ് കിട്ടിയത് എന്നും കഥ കേട്ടപ്പോൾ ബഹുലാശ മഹാരാജാവിന് സംശയമുണ്ടായി. അത് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ നാരദ മഹർഷിയോട് സംശയം ചോദിക്കുകയാണ് രാജാവ്. അപ്പോൾ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, പൂർവകാലത്ത് ബലിമഹാരാജാവിൻ്റെ യജ്ഞത്തിൽ വാമനദേവൻ്റെ പരമോത്തമമായ രൂപത്തെ കണ്ടിട്ട് ബലികന്യയായ രത്നമാലയ്ക്ക് വാമനദേവനോട് പുത്രോചിതമായ പ്രേമം തോന്നി. തനിക്ക് വാമനദേവനെ പോലെയുള്ള അതിമനോഹരനായ ശിശു ഉണ്ടായിരുന്നെങ്കിൽ ആ ശിശുവിനെ തൻ്റെ മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുമല്ലോ എന്നും പൂതന അതിയായി ആഗ്രഹിച്ചു. മഹാബലി വാമനദേവൻ്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് വാമനദേവൻ തൻ്റെ ഭക്തൻ്റെ പുത്രിയായ രത്നമാലയ്ക്ക് അവളുടെ ആഗ്രഹം സഫലമാകാനുള്ള വരം കൊടുത്തു. അതേ രത്നമാല ദ്വാപരാന്തത്തിൽ പൂതന എന്നു പേരുള്ള രാക്ഷസിയായി തീർന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനം കൊണ്ട് അവളുടെ ഉത്തമ മനോരഥം സഫലമായി. ഏതൊരു മനുഷ്യനാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ പൂതനോദ്ധാരണത്തെപ്പറ്റി കേൾക്കുന്നത്, ആ വ്യക്തിക്ക് ഭഗവാന്റെ പ്രേമപൂർണമായ ഭക്തി ലഭിക്കണു എന്നാണ് ഗർഗഭാഗവതം പറഞ്ഞു തരണത്. അത്തരത്തിലുള്ള വ്യക്തിക്ക് ധർമ്മം, അർത്ഥം, കാമം എന്നിവ കിട്ടുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. വാമനദേവനെ ആദ്യം കണ്ടപ്പോൾ രത്നമാലയ്ക്ക് ശരിയായ പുത്രസ്നേഹം ഉണ്ടായെങ്കിലും മഹാബലിയെ ദേവേന്ദ്രസ്ഥാനത്ത് നിന്ന് നീക്കി സുതല ലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ വാമനദേവനോട് രത്നമാലയ്ക്ക് കടുത്ത അമർഷം തോന്നി. അതാണ് പൂതന രാക്ഷസിയാകാൻ കാരണമായി തീർന്നത്. പൂതനയ്ക്ക് മോക്ഷം കിട്ടിയെങ്കിലും അനുകൂലമായ
ശ്രീകൃഷ്ണഭക്തിയാണ് ഉത്തമം. അനുകൂലേന കൃഷ്ണശീലനം ഭക്തിരുത്തമ. അതായത് കൃഷ്ണനോട് അനുകൂലമായ ഭാവത്തോടെയുള്ള ഭക്തിയാണ് ഏറ്റവും ഉത്തമമായ ഭക്തി എന്ന് ഗർഗഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു നല്ല അറിവ് നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ആ രാധാകൃഷ്ണന്മാരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും പിതൃക്കളെയും സർവ്വദേവീദേവന്മാരെയും സർവചരാചരങ്ങളെയും നമിച്ചുകൊണ്ട് വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, എല്ലാവർക്കും നന്മ മാത്രം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോൾ അവരുടെ വേദന അത് നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആ പ്രപഞ്ചശക്തി നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. എല്ലാം ഒന്നാണ്. നമ്മൾക്കുള്ളത് മറ്റുള്ളവർക്ക് അർഹതയുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പൂർവികരുടെ അനുഗ്രഹം കൊണ്ടും അവർ ഉണ്ടാക്കി വെച്ച സമ്പത്ത് കൊണ്ടുമാണ്. അത് നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാം അവകാശപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അത് ചൂഷണം ചെയ്യുമ്പോൾ അത് പ്രപഞ്ച ശക്തി, ആ പ്രപഞ്ച മാതാവ് സഹിക്കില്ല. അത് പറഞ്ഞു തന്ന് മുമ്പിൽ കാട്ടിത്തന്ന് ആ അമ്മ നമ്മൾക്ക് ഓരോരുത്തർക്കും നന്മയുടെ അറിവ് പകർന്നു തരികയാണ്. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അത് ഉൾക്കൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരുത്തരും ജീവിക്കുമ്പോഴേ എല്ലാ ദിക്കിലും സമാധാനം ഉണ്ടാകും. ഓരോരുത്തർക്കും നന്മയുണ്ടാകാൻ, നല്ലത് മാത്രം വരാൻ, എല്ലാ വേദനകളും എത്രയും പെട്ടെന്ന് ഓരോരുത്തരിൽ നിന്നും മാഞ്ഞു പോകാൻ ആ രാധാകൃഷ്ണ പാതാരവിന്ദത്തിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ജയ് ശ്രീ രാധേ 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 ശ്യാം.